ഇന്ന് ഞാനിവിടെ മസാലയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് തേങ്ങ ചിരകിയതും 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും 1/4 കപ്പ് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു മുട്ടയും വേണം, ഏകദേശം 1 കപ്പ് തേങ്ങാപ്പാലും വേണം. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് വറുത്ത അരിമാവ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മുട്ടയും തേങ്ങാപ്പാലും ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഏകദേശം 2 കപ്പോളം വെള്ളവും ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല ലൂസ് ബാറ്റർ ആയിരിക്കണം. ഇനി ഇതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന പെരിഞ്ജീരകവും തേങ്ങയും ചുവന്നുള്ളിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ചുടാനുള്ള ബാറ്റർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് അപ്പം എങ്ങനെയാണ് ചുടുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ കലക്കി വെച്ചിരിക്കുന്ന മാവ് നല്ലതുപോലെ ഒന്നും കൂടി കലക്കിയ ശേഷം നമുക്ക് ഈ പാനിലേക്ക് ഒഴിച്ചിട്ട് പാത്രം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി അടപ്പൊന്ന് മാറ്റിയിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട ശേഷം ഒന്ന് അമർത്തി കൊടുക്കണം. ഇതിനുള്ളിലെ തേങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മസാലയപ്പം ഇവിടെ തയ്യാറായി. ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.